ഇന്ന് ബഹ്റിനിലുള്ള അൻസാർ ഗാലറിയിൽ പോയപ്പോൾ നല്ല ഫാമിലെ മാനിറച്ചി ഇരിക്കുന്നത് കണ്ടു. ഞാനും 1 കിലോ ഇറച്ചി വാങ്ങി. ഇന്ന് അടിപൊളി മാനിറച്ചി പെരളൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരുവിധപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിൽ മാനിറച്ചി അവൈലബിൾ ആണ്. അപ്പോൾ ഉണ്ടാക്കാനായി തുടങ്ങാം. കഷ്ണങ്ങളാക്കിയ മാനിറച്ചി നന്നായി ഗോതമ്പ് പൊടിയും വിനാഗിരിയും ചേർത്ത് നന്നായി കഴുകിയാൽ അതിൻ്റെ മണം മാറിക്കിട്ടും. എല്ലോട് കൂടിയ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും അത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ മാറ്റിവെക്കണം. മാരിനേറ്റ് ചെയ്യാനായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, അല്പം കറിവേപ്പില, 4 പച്ചമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഫ്രഷായി ക്രഷ് ചെയ്തെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്. അരമുറി നാരങ്ങാനീര്, ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചെടുത്ത കഷ്ണങ്ങളിൽ മസാല നന്നായി പിടിക്കുവാനായി അരമണിക്കൂർ മാറ്റിവെക്കുക. 1 മണിക്കൂറോളം വെക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഒരു കുക്കർ വെച്ച് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുത്ത ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് ചെറുതീയിൽ വഴറ്റുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇറച്ചിയിലെ വെള്ളം നന്നായി ഇറങ്ങി വരും. 10 മിനിറ്റിന് ശേഷം 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് 7 വിസിൽ വരുന്നതുവരെ വേവിക്കുക. മാനിറച്ചിക്ക് ബീഫിനേക്കാൾ വേവ് കൂടുതൽ ആയതുകൊണ്ട് 7 വിസിൽ ആവശ്യമാണ്. ഇനിയും ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റുക. സവോള പെട്ടെന്ന് വഴന്നു വരുവാനായി 1 സ്പൂൺ ഉപ്പ് ചേർത്ത് വഴറ്റുക. ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിക്കുക. രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി മൂപ്പിക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി മസാലയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അധികം വെള്ളം ഉപയോഗിക്കാതെ പെരളനായി എടുക്കുന്നതാണ് മസാല ഇറച്ചിയിൽ പിടിച്ച് നല്ല രുചി കിട്ടുന്നത്. 2 സ്പൂൺ ഗരം മസാല ചേർത്തിളക്കി ചെറുതീയിൽ ഏറെ നേരം വഴറ്റിയെടുക്കുക. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നതാണ് ഇതിന് നല്ല രുചി കിട്ടുന്നത്. അതുകൊണ്ട് 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിളക്കി യോജിപ്പിക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ചേർക്കാവുന്നതാണ്. ചെറുതീയിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അല്പം മല്ലിയിലയിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ രുചികരമായ മാനിറച്ചി പെരളൻ റെഡിയായി കഴിഞ്ഞു. ഫ്രൈ ആയിട്ട് വേണ്ടിയവർക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതീയിൽ സമയമെടുത്ത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, അപ്പം, കപ്പ എന്നിവയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ രുചി ബീഫിനോട് സാമ്യം ഉണ്ടെങ്കിലും അതിലും രുചി തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.